പ്രദേശങ്ങളുടെ സ്വപ്നമാണ് പോകാൻ നീങ്ങുന്നത്. അത് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ എന്താണ് പറയാനുള്ളത് LDF-ലെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് നല്ല ഉത്സാഹമുള്ള നല്ല പരിപാടിയാണ്. പ്രതീക്ഷയെക്കാൾ കൂടുതലൊക്കെ ആൾക്കാർ വന്നു. ഉഷാറായി. അതെ, അടിപൊളി പരിപാടി. അത് തന്നെയാണ് അവരൊക്കെ പറയുന്നത്. നേരത്തെ മറ്റേവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ. ഇതിപ്പം സമയബന്ധിതമായി പൂർത്തിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണോ ഉള്ളത്? അതിപ്പോ സർക്കാരിന്റെ കയ്യിലാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ. കാരണം ഈ മലയോരപ്പുറം കാട്ടുപന്നിയും കടുവയായി സർവ്വ സാധനമുണ്ട്. എത്രയും പെട്ടെന്ന് വികസനങ്ങൾ വരിക. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കണക്കാക്കി കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ശരിക്ക് അത് കൈകാര്യം ചെയ്യാം. തീർച്ചയായും ആളുകളൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. സ്കൂൾ ബസ്സിനും മറ്റുമൊക്കെ ആയിട്ടാണ്. എന്താണ് ഈ പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത്? പ്രവർത്തനം കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നു ഈ ഗവൺമെന്റിനെ. ഈ ഗവൺമെന്റ് അത്രമാത്രമേ പറയുന്നുള്ളൂ. തീർച്ചയായും അവരൊക്കെ തന്നെ അതാണ് പറഞ്ഞത്. ഇപ്പോ അല്പസമയം മുമ്പ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് മുൻ MLA ആയിട്ടുള്ള ജോർജ് എം തോമസ് പ്രസംഗിച്ചിരുന്നു. എന്താ പറയാനുള്ളത്? അതെ അതെ, അവർ പോകുന്ന സമയത്ത് അത് തന്നെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്താ പറയാ, തുരങ്കപാത നന്നായിട്ട് നിർമ്മിക്കും. ഇതിന് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. നല്ല ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് മുൻ MLA ജോർജ് എം തോമസ് പറഞ്ഞത് ഈ പദ്ധതി 2029 ഓഗസ്റ്റിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന്. അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് ഒട്ടേറെ ആളുകൾ പോകാൻ വേണ്ടി, മടങ്ങിപ്പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. ബസ്സുകളിലായി ആളുകൾ ഇങ്ങനെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്കിവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കാം. എന്താ പരിപാടിക്ക് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി ഉഷാറല്ലേ. പ്രതീക്ഷ കഴിഞ്ഞ് കൂടുതലൊക്കെ ആൾക്കാർ കണ്ടമാന ആൾക്കാരാണ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല, നല്ല പരിപാടിയായിരുന്നു. അമ്പിച്ച പരിപാടിയാ. കണ്ടമാന ആൾക്കാരാണ്. നല്ല പരിപാടിയാണ്. കണ്ടമാന ആൾക്കാരാണ്. ഇപ്പം സമയബന്ധിതമായിട്ട് പൂർത്തിയാകുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? ഇത് സമയമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇതോ ഇത് 4 കൊല്ലം കൊണ്ട് പൂർത്തിയാവും. തീർച്ചയായിട്ടും പൂർത്തിയാവും. 4 കൊല്ലം കൊണ്ട് തീർച്ചയായിട്ടും പൂർത്തിയാവും. വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. 100 പിണറായി അധികാരത്തിൽ വരും, പൂർത്തിയാവും. കണ്ടല്ല മുഖ്യമന്ത്രിനെ. എല്ലാം നന്നായി നടക്കും. ഞങ്ങൾ മന്ത്രിനെ കാണുകയും ചെയ്ത് ഒക്കെ ചെയ്ത് കണ്ടുകൊണ്ട് എന്താണ് ഈ സംഗതി ആവേശമായിട്ട് വന്നതല്ലേ. ഈ മലയോര മേഖലയിൽ ഒരു വികസനത്തിനൊക്കെ തുടക്കമാകും എന്ന് തോന്നുന്നുണ്ട് ഈ പദ്ധതി. ഉറപ്പല്ലേ? എന്റെ വികസനം സാധ്യമാകുന്നു. ഉറപ്പുണ്ട്. വികസനം സാധ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ഫുൾ ഉറപ്പാണ്. എവിടുന്നാ വരുന്നത്? 100% ഉറപ്പ്. നല്ല വികസനമാണ്. കുഴപ്പമില്ല. നല്ല പരിപാടിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പരിപാടി കുഴപ്പമില്ലായിരുന്നു. നല്ല പരിപാടി. വികസനം ഇതിലും വലിയ വികസനം എന്താ? സുഖാണ്. വളരെ സാറാണ്. പരിപാടികൾ സാറായിട്ടുണ്ട്. വളരെ സാറായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഉഗ്രം പരിപാടി. തിരുവമ്പാടിക്കാരാണ്. ഉടൻ പൂർത്തിയാവും. 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവും. വലിയ സ്വപ്ന പദ്ധതിയാണ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത്? ഈ ഗതാഗത പ്രശ്നം തന്നെ. 2 ജില്ലകൾ തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ. പിന്നെ താമരശ്ശേരി ചുരത്ത് ബ്ലോക്ക് ആണല്ലോ. അതൊക്കെ പരിഹരിക്കപ്പെട്ടെ നല്ല മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. തിരുവമ്പാടി പഞ്ചായത്തിൽ തിരുവമ്പാടി സൂപ്പറായി. ഈ തുരങ്കപാതയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇവിടുന്ന് കുമാരനെല്ലൂര്. എന്താണ് തുരങ്കപാതയെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായം. എന്തായാലും സമയബന്ധിതമായിട്ട് പൂർത്തിയാവും. സമയം പൂർത്തിയാവും. ഉറപ്പല്ലേ? ഈ സർക്കാർ തുറന്നാൽ പൂർത്തിയാവും. എന്തായാലും ഉറപ്പാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പദ്ധതിയാണല്ലോ ഇത്. നേരത്തെ വരേണ്ടതായിരുന്നു. ആദ്യം വരേണ്ട ഒരു പദ്ധതിയായിരുന്നു. ഇപ്പൊ താമസിച്ചാൽ ആശങ്ക. ഇനി നമ്മളെ തലമുറക്ക് കഴിഞ്ഞില്ലെങ്കിലും അടുത്ത തലമുറക്കാരെങ്കിലും ഉഷാറായിട്ട് യാത്ര ചെയ്യട്ടെ. അതാണ് നല്ല പരിപാടി. ഇത്രയും നല്ല ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള സർക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് യാഥാർത്ഥ്യമാകും. തീർച്ചയായും LDF ഇനിയും വരും. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിക്കുക. യാഥാർത്ഥ്യമാവും 100%.
തന്നെ പറയാനുള്ളത്. പിണറായി ആയതുകൊണ്ട് ഇത് 100% യാഥാർത്ഥ്യമായി